പാർട്ടിയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്താൻ ഈ ഗൃഹസന്ദർശനം വളരെ സഹായിക്കും. കാരണം അടിത്തട്ടിൽ പാർട്ടിയുടെ വികാരങ്ങൾ അടിത്തട്ടിലെത്തിക്കുക, പാർട്ടി നയങ്ങൾക്കുള്ള പിന്തുണ അഭ്യർത്ഥിക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. പാർട്ടി നയങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ച് അതുപോലത്തെ തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളും. അതിൽ അന്വേഷണം നടക്കട്ടെ. ഞാൻ പറയുന്നത് അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല. സർക്കാർ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ആ അന്വേഷണത്തിനെ ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതുവരെയായിട്ട് ആരും റിട്ടേൺ കംപ്ലൈൻറ്റ് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിട്ടേൺ കംപ്ലൈൻറ്റ് വന്നാൽ അതൊക്കെ പരിശോധിക്കട്ടെ. അതിന് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. ആ ടീമിൻ്റെ റിസൾട്ട് വരുന്നത് വരെ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അദ്ദേഹം ഇപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. സഭയിൽ അദ്ദേഹം അൺഅറ്റാച്ച്ഡ് മെമ്പറായിട്ടാണ് അദ്ദേഹം സഭയിലിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പാർട്ടി നയം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ സ്വീകരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല. ബാക്കിയൊക്കെ സർക്കാരിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടികൾ സ്വീകരിക്കാം. ഇപ്പോൾ ഈ എടുത്ത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകേണ്ട ആവശ്യം പാർട്ടിക്കില്ല. അല്ല, കോൺഗ്രസിൻ്റെ നയം മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ടല്ല. പാർട്ടി ഏതാണ് ശരിയെന്ന് തോന്നുമ്പോൾ പാർട്ടി ആ നിലപാട് സ്വീകരിക്കും. പക്ഷെ ഇതുവരെയായിട്ട് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് പോലും എവിടെ എത്തിയതായിട്ട് കാണുന്നില്ല. അനുകൂലം പ്രതികൂലമൊന്നുമില്ല. ഇപ്പോൾ ഒരു അനാവശ്യ വിവാദമാണ് സഭയിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച്. അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺഅറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സബ്മിഷൻ ഉന്നയിക്കണമെങ്കിൽ അനുവാദം കൊടുക്കണോ വേണ്ടോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം. പ്രാസംഗികരുടെ ലിസ്റ്റിൽ, കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവില്ല. എന്നാൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവസരം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർ ചെയ്തോട്ടെ. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ചെന്നാൽ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ, ഭരണകക്ഷിയുടെ ആൾക്കാർ ചിലപ്പോൾ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നിന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ UDFൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദങ്ങളല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല. ഭരണകക്ഷിയല്ല, ഞങ്ങളാണ് പൂച്ച. UDF ആണ് ഉണ്ടാക്കുക. കാരണം അവിടെയുണ്ടല്ലോ, അവിടെ ശരിക്കുള്ള കോഴികളുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അവരുടെ പേരിൽ റിട്ടേൺ കംപ്ലൈൻ്റ് ഉണ്ട്. 2 കംപ്ലൈൻറ്റ് മുകേഷിനെതിരായിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കുന്നതിന് ഒരു തകരാറുമില്ല. ഞാൻ പറഞ്ഞത് കയ്യേറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പൂവൻകോഴിയുടെയും പൂച്ചയുടെയും ശബ്ദം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അതിൽ പ്രതിരോധം തീർക്കലല്ലോ. അവിടെ നിന്ന് പറയുന്നവരെങ്ങനെയാണ്? അവരുടെ പേരിൽ കംപ്ലൈൻ്റ് ഉള്ളവരാ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുക. ഇവിടെ ആരുടെ പേരിലും റിട്ടേൺ കംപ്ലൈൻ്റ് ഇല്ല അതുവരെ. രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ഇതാരാണ് നടത്തുന്നത്? ദേവസ്വം ബോർഡാണോ ഗവൺമെൻറ്റാണോ? ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിനാണ് മന്ത്രി പോയിട്ട് സ്റ്റാലിനെ ക്ഷണിക്കാൻ പോകുന്നത്? സ്റ്റാലിനെ ക്ഷണിച്ച സ്ഥിതിക്ക് ദക്ഷിണേന്ത്യയിലെ മറ്റ് 2 മുഖ്യമന്ത്രിമാരുണ്ടല്ലോ. രേവന്ത് റെഡ്ഡി ദൈവവിശ്വാസിയാണ്, സിദ്ധരാമയ്യ ദൈവവിശ്വാസിയാണ്. ആ 2 പേരെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ആന്ധ്ര വോട്ടെ BJPക്കാരാന്ന് വിചാരിക്കുക. സ്റ്റാലിൻ്റെ അതേ സ്റ്റാറ്റസ് തന്നെ സിദ്ധരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും ഇല്ലേ?
അവരെന്താവുന്ന അയ്യപ്പ എഴുന്നേറ്റ് പോകും. മാത്രമല്ല ഈ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാർ അയ്യപ്പ വിഗ്രഹം കാണുമ്പോൾ ഒന്ന് തൊഴുകെങ്കിലും വേണ്ടേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊഴുകുന്നുണ്ട്, അത് ഈശ്വരവിശ്വാസിയാണ്, കാരണം കോൺഗ്രസിന് പോയിട്ട് അധികമായിട്ടില്ലല്ലോ. അതേ സമയത്ത് വിശ്വാസമില്ലാത്ത മന്ത്രി എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയത്? എന്തിനാ? അപ്പോൾ ആരാ നടത്തുന്നത്? ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ മന്ത്രി പോകേണ്ട ആവശ്യമില്ല. അതല്ല ഗവൺമെൻറ്റാണ് നടത്തുന്നതെങ്കിൽ ആ കാര്യം തുറന്നു പറയണം. അപ്പോൾ ഒരു വിശ്വാസം, അമ്പലത്തിൻ്റെ അയ്യപ്പൻ്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇപ്പോൾ അയ്യപ്പൻ്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുക. ഇത് എലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇതിനെ ഭക്തന്മാർ തിരിച്ചറിയും. നടക്കുക നടക്കാതിരിക്കുക എന്നുള്ള അവരുടെ കാര്യം. ഭക്തന്മാർക്ക് ഇതൊക്കെ അറിയാം. കോൺഗ്രസിൻ്റെ നയം വിശ്വാസികളെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്.